ഹലോ ഫ്രണ്ട്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ സംവിധായകനും നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറുമായ ആലപ്പി അഷ്റഫ് ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. 1976 മുതൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിരിക്കുന്ന ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ 1983 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒരു മാടപ്രാവിന്റെ കഥ. പ്രേം നസീർ, മമ്മൂട്ടി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം 1984 പുറത്തിറങ്ങിയ വനിതാ പോലീസ്. ഈ ചിത്രത്തിൽ പ്രേം നസീർ, സീമ, മോഹൻലാൽ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം സാമ്പത്തികമായി വിജയിച്ച ഒരു ചിത്രമായിരുന്നു. ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ 1985 2 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് മുഖ്യമന്ത്രി. പ്രേം നസീർ, ശങ്കർ, മേനക, ശ്രീവിദ്യ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം പാറ. ഭീമൻ രഘു, കൽപ്പന, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 1986 ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ 2 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് നിന്നിഷ്ടം എന്നിഷ്ടം. മോഹൻലാലും പ്രിയയുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ശങ്കർ, രതീഷ്, ലിസി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 1987 ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കൊട്ടും കുരവയും. മമ്മൂട്ടി, രതീഷ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബിലോ ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 1990 ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം. സുരേഷ് ഗോപിയും ലിസിയുമായിരുന്നു ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 1991 ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ തമിഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു MGR നഗറിൽ. ഈ ചിത്രത്തിൽ ആനന്ദ് ബാബു, സുകന്യ, വിവേക്, ചാർലി, ശങ്കർ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1990 മലയാളത്തിൽ പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു. 1995 ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ തമിഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നീലക്കുയിൽ. ഈ ചിത്രത്തിൽ പാണ്ഡ്യരാജൻ, രാജശ്രീ, രാധാരവി, മനോരമ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. 1986 ആലപ്പി അഷ്റഫിന്റെ മലയാള ചിത്രമായ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2001 ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു എന്നും സംഭവാമി യുഗേ യുഗേ. ശ്രീവിദ്യ, ശാലു മേനോൻ, റിയാസ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2011 ആലപ്പി അഷ്റഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിന്നിഷ്ടം എന്നിഷ്ടം പാർട്ട് 2. 1986 മലയാളത്തിൽ പുറത്തിറങ്ങിയ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു ഇത്. ഈ ചിത്രത്തിൽ ന്യൂ കമ്മേഴ്സ് ആയ സുരേഷും സുനിതയുമായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. വേറൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിംഗ് us. ബൈ.